കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവരും വന്ന് കണ്ട് സഹകരിക്കണം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ഗോതമ്പ് പൊടി കൊണ്ട് കേക്ക് ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി. അപ്പോൾ നല്ല മഴയൊക്കെ ഉള്ള സമയമല്ല, അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ പാക്കറ്റ് പൊടി തന്നെയാണ്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ നമുക്ക് മൈദപ്പൊടി വെച്ചിട്ട് വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പഞ്ചസാര ഏലക്കായൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ആ അതും കൂടെ ഞാൻ ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് പാലിലാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് കാച്ചി തണുത്ത പാലാണ് കേട്ടോ, ചൂട് പാലല്ല, നല്ലപോലെ ഒന്ന് കാച്ചിയിട്ട് തണുത്ത പാലാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതല്ല കേട്ടോ, അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച പാല് പറ്റില്ല. അപ്പോൾ ആ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവ് തോന്നിയപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ സൺഫ്ലവറിൻ്റെ ഓയിൽ 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊന്നുമല്ല, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. അപ്പോൾ എന്താ ഇവിടെ ബാറ്ററൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് കേട്ടോ ഞാനിതിങ്ങനെ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാനൊക്കെ കഴിയും. അപ്പോൾ ഇവിടെ പേപ്പർ ഗ്ലാസ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലാ ഗ്ലാസ്സിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ മാവൊക്കെ ഒന്ന് അതിലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അതിൽ എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ വല്ല അണ്ടിപ്പരിപ്പോ നിലക്കടലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മീതെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ ഒരു ഇഡ്ഡലി ചെമ്പും പിന്നെ ഒരു വട്ടച്ചെമ്പൊക്കെ ഒന്ന് ഗ്യാസിലൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഈ ഗ്ലാസ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ എല്ലാതും എനിക്ക് വെക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ഇഡ്ഡലി ചെമ്പും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ടൊരു 30 മിനിറ്റോളം ഞാനൊന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്നിങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒരു ടൂപ്പിക്ക് കൊണ്ട് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കറക്റ്റ് ഇതൊരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ അടിപൊളി കേക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ റെഡിയാക്കാൻ പറ്റും. ഇങ്ങനെ നല്ല മഴയുള്ള സമയത്തൊക്കെ വൈകിട്ട് ഇതുപോലെയൊക്കെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ മൈദപ്പൊടി കൊണ്ടാണെങ്കിൽ ഇതിലും ബെറ്ററായിട്ടൊക്കെ കിട്ടും. അപ്പോൾ മൈദപ്പൊടി ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സൊക്കെ ഇതിൻ്റെ മീതെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പാണ് ഇട്ടത്. നമുക്ക് നിലക്കടല ബദാം അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കൊണ്ട് സഹകരിച്ചതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.